മക്കളെ എന്റെ പൊന്നുമക്കളെ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂര് നടുവട്ടം ഭാഗത്ത് നമ്മളെ കയ്യിൽ 2 വീടുകൾ, അതും അടിപൊളി വീടുകൾ വിൽപ്പനക്ക് വന്ന് കേട്ട എന്റെ പൊന്നുമക്കളെ. ഇതിന്റെ കാര്യങ്ങൾ കറക്റ്റ് കേട്ടിരുന്നോളിട്ട് അങ്ങക്ക് മുതലാവേ. മൊത്തം 8.5 സെന്റ് സ്ഥലത്താണ് നിൽക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ പറയണമെങ്കിൽ ഒന്ന് 3 സെന്റ് സ്ഥലത്തും മറ്റേതാണെങ്കിലോ 3.5 സെന്റ് സ്ഥലത്താട്ടെ വീട് നിൽക്കുന്നത്. ബാക്കി മൊത്തം വൈൻ്റെ കാര്യമാണ്. മൊത്തം 8.5 സെന്റ് സ്ഥലമുണ്ട്. വീടിന്റെ കാര്യം പറയണമെങ്കിൽ ഈ 3 സെന്റ് സ്ഥലം വീടും കൂടി നിൽക്കണില്ലേ, അതിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂമാണ്. മറ്റേതിലാണെങ്കിലോ 3.5 സെന്റ് സ്ഥലം വീടും കൂടി 4 ബെഡ്റൂം ഉണ്ട്, അതിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂം ആട്ടെ. എന്റെ പൊന്നുമക്കളെ, ഇതിലേക്ക് നിസാനും കാറും വണ്ടി ലോറി ഒക്കെ വരാൻ പറ്റിയ വയും കാര്യങ്ങളൊക്കെ ഇട്ടാ. ഇതാണെങ്കിലോ മൊത്തത്തിൽ ഏത് 2 വീട് ഒരുമിച്ച് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീട് മതിയെങ്കിൽ അങ്ങനെ തരാനൊക്കെ റെഡിയാണ്. അപ്പൊ നമ്മളെ മുതലാളി പറയുന്ന റേറ്റ് ആണെങ്കിലോ 3.5 സെന്റ് സ്ഥലം ഈ വീടും കൂടി ചോദിക്കുന്നത് 48 ലക്ഷം റുപ്യായിട്ട് ചോദിക്കുന്നത്. അതിൽ ചെറിയ നെഗോഷ്യബിൾ ആണ്, ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവും, കച്ചവടല്ലേ. മറ്റേതാണെങ്കിലോ 3 സെന്റ് സ്ഥലം ആ വീടും കൂടി ചോദിക്കണം. എന്റെ പൊന്നുമക്കൾ, അതിന് 50 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതെന്താ അങ്ങനെ ചോദിക്കണേന്ന്? അത് കുറച്ച് പുതിയ വീടാട്ടോ എന്റെ പൊന്നുമക്കൾ. 2 കൂടി കൊടുക്കുമ്പോൾ റേറ്റ് ആണെങ്കിൽ 98 ലക്ഷം റുപ്യ ചോദിക്കണത്, അതും നെഗോഷ്യബിൾ ആണ്. ഈ 2 കൂടി എടുക്കുകയാണെങ്കിലുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് അപ്പാർട്ട്മെന്റ് രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ്. എല്ലാന്നുണ്ടെങ്കിൽ ഏട്ടനനിയന്മാരും വേടത്തി അനിയത്തിമാരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് താമസിക്കാൻ 2 വീട് ഒരുമിച്ചാണ്. എല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളെ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ പറ്റിയ ഒരു വീടാട്ടാ. സംഭവം സെറ്റാണ്, അടിപൊളി കിട്ടില്ല വീടാട്ടാ. സ്ഥലം മനസ്സിലായി. നമ്മള് കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ ഭാഗത്ത് നടുവട്ടം അങ്ങാടിയിൽ നിന്ന് വളരെ അടുത്തായിട്ട് എന്ന് വെച്ചാൽ തോണിച്ചിറ റോട്ടിലാട്ടെ എന്റെ പൊന്നുമക്കൾ. അപ്പൊ നിങ്ങൾ സെറ്റ് ആക്കൂല്ലേ. പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പുവരുത്താം. പണം ഇടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ റിസ്കിൽ നിങ്ങൾ ചെയ്യാം. നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ ഫോളോ ചെയ്തിട്ട് ഇതാ പെട്ടെന്ന് കൊണ്ടുപോയി വെക്കണങ്ങള്, അത് നിങ്ങൾ മറക്കരുതേ.